നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഞാൻ ജ്യോത്സ്ന ഗിരീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. നമ്മൾ പ്രത്യേകിച്ച് മലയാളീസ് തേങ്ങാൻ ചട്നി കൂട്ടിയിട്ടാണല്ലോ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങ ഇല്ലാതെ ഒരു ചട്നി ട്രൈ ചെയ്താലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പീനട്ട് ചട്നിയാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? ഈ ചട്നിക്ക് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് നിലക്കടല വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിതിവിടെ 1 കപ്പ് നിലക്കടല കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് ഫ്ലെയിം ഞാനിപ്പോൾ ഒരു മീഡിയത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ കുറേശ്ശെ മാറി വരുന്നുണ്ട്. 4 മിനിറ്റിന് ശേഷം ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചെറിയൊരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. അതിനു വേണ്ടി ഈ ഒരു സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം സൈസാണ്. പിന്നെ ഈ ചട്നിക്ക് പച്ച തക്കാളി ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ച തക്കാളി ഇല്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ അധികം പഴുക്കാത്ത തക്കാളിയാണ്. ഈ ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർക്കണം. പച്ചയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴുത്ത തക്കാളിയാണ് ഉള്ളതെങ്കിൽ ഒരു പകുതി തക്കാളി മതിയാവും, കാരണം ഇതിന് വല്ലാതെ പുളിയൊന്നും ആവശ്യമില്ല. ഈ തക്കാളി ഞാൻ കുറച്ച് ചെറുതായി മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റണം. ഇതിപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അല്പസമയം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച നിലക്കടല ഇട്ടിട്ടുണ്ട്. ഈ നിലക്കടലയുടെ തൊലി കളയണമെന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം കടല കഴുകിയതിന് ശേഷം വറുത്തെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത മുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 5 അല്ലി വെള്ളുള്ളി അഥവാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വലിയ അല്ലിയാണ്. നിങ്ങളെടുത്ത് ചെറിയ വെള്ളുള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരു 8 അല്ലിയോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പച്ച വെള്ളുള്ളി തന്നെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഒരുവിധം ക്രഷായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇത് വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ട്, അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ചട്നിയൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ജാറൊക്കെ ഒന്ന് കഴുകി ചട്നിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ 3/4 കപ്പ് വെള്ളം ഈ ചട്നിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ചട്നി അല്പം കൂടെ ലൂസായി വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇഷ്ടം, അതുകൊണ്ട് ഇനി ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ബാക്കി പരിപ്പുകളൊക്കെ ഒന്ന് വറുത്തിടണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ എല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മളുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.